sing this psalm together and worship him. Amen. In one accord. Amen. സ്വന്തം ഇന്ന് പകൽക്കാലം ഈ സംഘത്തിൽ സംസാരിക്കുന്ന കെവിൻ മോനായിരിക്കും, പ്രാർത്ഥനയോടെയായിരിക്കും. എല്ലാവരും സങ്കീർത്തനം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇത് സബത്ത് ഡേയുടെ സങ്കീർത്തനം, സബത്ത് നാൾക്ക് ഉള്ളൊരു ഗീതം. അതിന്റെ അർത്ഥം നിന്റെ റെസ്റ്റിന്റെ ഗീതമാണ്, നിന്റെ വിശ്രമത്തിന്റെ ഗീതം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് കഷ്ടങ്ങൾ കൂടെ പോകുന്നവരാണ്, ദിസ് ഇസ് സോങ് ഓഫ് സാബത്ത്, ദിസ് സോങ് ഓഫ് റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്ന് പാടി, ഈ സങ്കീർത്തനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. റെസ്പോൺസീവായിട്ട് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത അവസാനത്തെ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തമഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എന്റെ കണ്ണെന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് നിൽക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനിരിക്കാം. Kevin to come forward and share from the word of God. ദൈവവചനത്തിൽ പങ്കുവെക്കുവാൻ കെവിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സംഘത്തിൽ നിന്ന് ആ കെവിൻ നമ്മോട് ആമേൻ സംസാരിക്കുന്നതായിരിക്കും. Thank you. Thank you. Praise the Lord. 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 Amen. Thank the Lord for giving me this opportunity to stand before you and spread the word of God. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനും ദൈവത്തിന്റെ വചനത്തെ പരത്തുവാനും നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I want everyone to turn their attention to verse 12 through 15. ഇന്ന് പകൽ സങ്കീർത്തനത്തിൽ നിന്ന് എല്ലാ വാക്യങ്ങളും വായിക്കാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് അവൻ ഇന്ന് പകൽക്കാലം എല്ലാവരുടെയും അവൻ ശ്രദ്ധയെ ഞാൻ ക്ഷണിപ്പാൻ ആഗ്രഹിക്കുന്നു. I will read the verse and then explain it. അത് വായിച്ച ശേഷം ആ വാക്യങ്ങള് നിങ്ങളുമായി അവൻ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Verse 12. 11-ാം വാക്യം. The righteous thrive like a palm tree and grow like a cedar tree in Lebanon. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. This verse introduces the kind of growth God intends for us. ആമേൻ. ഇന്ന് പകൽക്കാലം ആ വാക്യം നമ്മെ കാണിക്കുന്നത് എങ്ങനെ തന്റെ ഭക്തന്മാർ വളരണം, ഏത് രീതിയിലുള്ള വളർച്ചയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഒരു വാക്യമാണത്. Palm trees survive harsh conditions and cedars grow slowly but become massive and enduring. പ്രിയമുള്ളവരെ, പനയെ നിങ്ങൾ എടുത്താൽ അവൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ദേവദാരുവിനെ എടുത്താൽ അവൻ പന തഴച്ചു വളരുന്ന ഒരു വൃക്ഷമാണത്. എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ മരുഭൂമിയിലെ അവസ്ഥകളെയും അവൻ എല്ലാ കഷ്ടങ്ങളും ഏറ്റവും അവൻ വളരെ
പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് വളരുന്ന ഒരു കാര്യമാണ് പന എന്ന് പറയുന്നത്. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അത് തടിച്ചു വളരുന്ന ഒരു വൃക്ഷം. അതുപോലെ തന്നെ ദേവദാരു അത് വളർച്ച അല്പം പതുക്കെയാണേലും അത് പടർന്ന് പന്തലിച്ച് അവൻ ലബാനോനിലെ ദേവദാരു വൃക്ഷങ്ങളെ പോലെ, കാരണം ദേവദാരുകൾ കൊണ്ട് അതിന്റെ തടികൾ കൊണ്ടൊക്കെയാണല്ലോ ശലോമോന്റെയും അതുപോലെ തന്നെ ദാവീദിന്റെയും ഒക്കെ കൊട്ടാരങ്ങളെ പണിയാൻ ഇടയായിട്ടുള്ളത്. അത് പതുക്കിയാ വളരുന്നതെങ്കിലും അതിന്റെ വളർച്ച തഴപ്പുള്ളതും അതിന്റെ തടികൾ ബലമുള്ളതുമായിരിക്കും. This shows that growth into Christ is not instant or shallow. ഇന്ന് പകൽക്കാലം ഇതെന്താ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലേക്കുള്ള വളർച്ച, ക്രിസ്തുവിനകത്തുള്ള വളർച്ച അതൊരിക്കലും ഉപരിപ്ലവമല്ല. അത് ആഴമില്ലാത്തതല്ല, അത് ഉയരമില്ലാത്തതല്ല. അതിന് ഒരു ആഴമുണ്ട്, അതിന് ഒരു ഉയരമുണ്ട്. ജസ്റ്റ് ഉപരിപ്ലവമായ ജസ്റ്റ് ഇളക്കപ്പെരുക്കം മാത്രമല്ല ഒരു ക്രിസ്തീയ ജീവിത വളർച്ചയെന്ന് ഇന്ന് പകൽക്കാലം അത് നമ്മെ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, It is resilient and long term. അത് സ്വന്തം ചെയ്യുന്നു, ദീർഘകാലത്തേക്കുള്ളതാ. ഇന്ന് മുളച്ച് നാളെ വാടുന്ന പരിപാടി പുല്ലിനെ പോലല്ലത്. സ്വന്തം അതെന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്, വർഷങ്ങൾ നിലനിൽക്കും. മനുഷ്യൻ ചത്തു മരച്ചു പോയാലും മനുഷ്യന്റെ ആയുഷ്കാലത്തിനും അങ്ങേപ്പുറം വളരുന്നതാണ് ആ ദേവദാരു മരങ്ങൾ. ഇല്ലെങ്കിൽ ആ പന പോലെയുള്ള വൃക്ഷങ്ങൾ. അതിന്റെ ആയുസ് വളരെയാ, അത് ശാലവല്ല, അത് ദീർഘമായി. ഇന്ന് പകൽക്കാലം ഇതേപോലെ നിങ്ങളുടെ വളർച്ചയും ക്രിസ്തുവിൽ ഇന്ന് സൗഖ്യമുള്ളപ്പോൾ ആനന്ദവും നാളെ കഷ്ടത വരുമ്പോൾ ആ ഭക്തി ഇല്ലാത്ത ജീവിതവും ആകല്ലേ. നിങ്ങളുടെ ജീവിതം എന്നും തഴച്ചു വളർന്നതായിരിക്കണം, ഒരുപോലെ നിൽക്കുന്നതാകണം, നിങ്ങളുടെ കഷ്ടങ്ങൾക്കും അപ്പുറം വളരുന്നതാകണം നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വളർച്ച. The incorruptible seed produces growth that can withstand pressure, suffering, and time. ഇന്നൊരു പകൽക്കാലം ഓർക്കണം, ഈ മാസത്തെ നമ്മുടെ ചിന്താ വിഷയം നല്ല വളർച്ചയ്ക്ക് ആവശ്യം കലർപ്പില്ലാത്ത മായമില്ലാത്ത നല്ല വിത്താണ്, കേടില്ലാത്ത അട്ടുപോകാത്ത നല്ല വിത്താണ്. ഈ വിത്ത് വീണ് വളർന്നാൽ ആ വളരുന്ന വൃക്ഷം തഴപ്പുള്ളതായിരിക്കും. അതിൽ കേട് കാണത്തില്ല, അതിൽ കീടങ്ങൾ കാണത്തില്ല. കാരണം അത് നന്നായി വികസിപ്പിച്ചെടുത്ത സ്ട്രെങ്ത് ഉള്ള ആരോഗ്യമുള്ള ഒരു വിത്താണ്. അത് വീണ് ചത്തു വളരുമ്പോഴത്തേക്ക് ആ വളരുന്ന വൃക്ഷത്തിന്, ആ മരത്തിന് അതിന് ജീവനുണ്ട്, ഓജസ്സുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഓർക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വന്തം ചെയ്യുന്ന കെട്ടുപോകുന്ന കെട്ടുപോകാത്ത കെടാത്ത ബീജത്തിൽ നിന്നാണെങ്കിൽ, അത് സത്യ പരിശുദ്ധ വചനത്തിൽ നിന്നാണെങ്കിൽ ആ വളർച്ചയ്ക്ക് എപ്പോഴും ഒരു തഴപ്പുണ്ടാകും. ഏത് വെയിലോ ഏത് കൊടുങ്കാറ്റോ ഏത് പ്രതികൂലമോ വന്നാലും ആ ഭക്തൻ ആ വചനത്തിൽ അധിഷ്ഠിതമായി വേരൂന്നി വളരുന്നവനാണെങ്കിൽ അവൻ തഴച്ചു വളരുവാനിടയാകും. This growth is unlike worldly growth that collapses under stress and hardship. ഈ ലോകത്തിലെ വളർച്ചയ്ക്ക് വിരുദ്ധമാണ് ഞാൻ പകൽക്കാലം നമ്മോട് പറയുന്ന വളർച്ച. ഈ നല്ല വിത്തിൽ നിന്ന് ആ വളരുന്ന വളർച്ചയും ലോകത്തിൽ നിങ്ങൾ കാണുന്ന വളർച്ചയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിലെ വളർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞ് വരുമ്പോൾ, അത് കൊടും ശീതം വരുമ്പോൾ, അത് കൊടും ചൂടുകൾ വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ, ഹറിക്കെയിൻസ് വരുമ്പോൾ ആ വളർച്ചയെല്ലാം താറുമാറായി തകർന്നു പോകും. എന്നാൽ ദൈവത്തിൽ വളരുന്ന ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ, വചനത്തിൽ വളരുന്ന ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മായമില്ലാത്ത വചനത്തിൽ അടിസ്ഥാനമിട്ട്, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ, കൊടുങ്കാറ്റ് വന്നാലും പെരുങ്കാറ്റ് വന്നാലും നിരാശ വന്നാലും തകർച്ചകൾ വന്നാലും ക്യാൻസർ വന്നാലും മരണം മുമ്പിൽ വന്നാലും തകർന്നു പോകാത്ത ഒരു വളർച്ചയാണ്. ആ വളർച്ചയെ കെടുത്തുവാൻ മറ്റൊന്നിനെ കൊണ്ട് കഴിയുകയില്ല. Going on to verse 13. 13-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, planted in the house of the Lord, they thrive in the courts of our God. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. This Psalm now explains why this growth is happening. ഇത് ശക്തമായി നമ്മെ കാണിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പ്രത്യേക വളർച്ചയ്ക്ക്, നീതിമാന്റെ ഈ വളർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് പ്രത്യേകത ഉള്ളതൊരു കാരണം. ചുമ്മാ അവന്റെ കഴിവ് കൊണ്ടാണോ, അത് എന്താണ് അതിന്റെ കാരണമെന്ന് ആ വാക്യം കാണിക്കുകയാണ്. Flourishing is directly connected to being connected or planted in God's presence. നോക്കൂ, പല വളർച്ചകളുണ്ട്, ലോകത്തിലെ വളർച്ചകളുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ ആസ്പദമാക്കിയ സ്വന്തം ചെയ്യുന്നു. സൂര്യൻ, നല്ല കാലാവസ്ഥ, നല്ല മണ്ണ്, നല്ല വളം. എന്നാൽ
ദൈവസന്നിധിയിൽ വളർന്ന ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, അത് വളരെ വ്യത്യസ്തമാണ്. ലോകത്തിലെ നാച്ചുറൽ ഗ്രോത്തും ദൈവസന്നിധിയിലെ സൂപ്പർ നാച്ചുറൽ ഗ്രോത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തഴപ്പ് ക്രിസ്ത്യൻ ഗ്രോത്തില് അവൻ എന്താണ് പറയുന്ന അവൻ ശക്തിയോടെ കുതിക്കുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മാത്രമേ അത് കഴിയൂ. അവൻ ഹൃദയം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ വളരുന്നത് പ്രാകാരത്തിലാണെങ്കിൽ, അതുകൊണ്ട് സംഗീതക്കാരൻ നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ എന്ന് നിനക്ക് ഓപ്പറേഷൻ ഉണ്ടായാലും പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരു കൂട്ടാൻ യു ഹാവ് ടു മേക്ക് എ പോയിന്റ് ടു ഗോ. നിനക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ടെങ്കിൽ, സൗകര്യമില്ലാത്ത സ്ഥലത്ത് പോകാൻ ഞാൻ പറയത്തില്ല, പക്ഷെ നിനക്ക് ഓപ്പറേഷൻ കാരണം ദൈവ പ്രാകാരമാണത് നിന്നെ വിളിച്ചത്, ആ പ്രാകാരത്തിൽ നിൽക്കാനാണ്. അവിടെ നീ വളരുമ്പോൾ നിന്റെ തഴപ്പ് ഡിഫറെന്റ് ആയിരിക്കും. പലപ്പോഴും ആ തഴപ്പ് ആ സ്പിരിറ്റ് ഓഫ് ഗ്രോത്ത് വരാത്തതിന് കാരണം ദൈവസന്നിധിയിലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അവിടേക്ക് കടന്നു വരാത്തതുകൊണ്ട് അബ്രഹാം അത് മുടക്കിയില്ല, അവൻ പോയി. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ വളർന്നു എന്ന് മാത്രമല്ല, അവന്റെ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണ ചെയ്തു. അവൻ സ്വന്തം ചെയ്യും, നിന്റെ സന്തതി ഞാൻ അനുഗ്രഹിക്കും. ഇന്നും ഇസ്രായേൽ ഭൂമിയിൽ തഴച്ചു നിൽക്കുന്നെങ്കിൽ അതിന് കാരണം എന്തെന്നറിയാമോ? ദൈവസന്നിധിയിലേക്ക് പോകാൻ മടി കാണിക്കാൻ ഒരു അബ്രഹാം അവന്റെ സന്തതി ഇന്നും തഴപ്പിച്ചു നിർത്തിയെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു, അവന്റെ സിംഹാസനത്തിൽ അവന്റെ സന്തതി ഈ ഭൂമിയെ ഭരിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിന് കാരണം അതാ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അവൻ തഴപ്പിന് കാരണം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രകാരം. Growth does not come from our effort alone. ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഒത്തിരി പേര് വളരാൻ നോക്കുന്നു. നമ്മളും ക്രിസ്തു വിശ്വാസികളും അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ടീച്ചിങ് നീ ഇത് ചെയ്യണം അത് ചെയ്യണം. ലുക്ക്, ഒത്തിരി ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഞങ്ങള് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഒരു പ്രത്യേക ഗ്രേസ് ഞങ്ങൾ അനുഭവിച്ചു. എനിക്ക് ഐ ഫെൽറ്റ് ഇറ്റ്, ഹോളി സ്പിരിറ്റ്. അപ്പൊ ഞങ്ങളുടെ കാര്യം കർത്താവേ, എല്ലാ ദിവസവും രാവിലെ പാട്ടുപാടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എടുക്കുന്ന ഒരു എഫർട്ട് അല്ല, ദൈവസന്നിധി, ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ സ്നേഹം. ഞാൻ റിച്വലായി ഞാൻ കറക്റ്റായിട്ട് എന്റെ എഫർട്ട് അല്ല, അവിടെ ദൈവത്തിന്റെ ഒരു ടച്ച്, ദൈവത്തിന്റെ ഒരു ഗ്രേസ്. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ദൈവത്തോടെ പറഞ്ഞേ, നമുക്ക് പുകഴാനൊന്നുമില്ല. ഞാൻ ഇന്ന് പകല ആത്മീയനാണെങ്കിൽ ദൈവത്തിന്റെ ഒരു ഫേവറാ, ദൈവത്തിന്റെ ഒരു തലോടല. ഇന്ന് പകൽക്കാലം ആ ദൈവസ്ഥിതി വന്നിട്ട് നിനക്ക് റിജോയ്സ് ചെയ്യണം, ദൈവത്തിന്റെ ടച്ച്. അതുകൊണ്ടാണ് പറയുന്നത് പകൽക്കാലം നമ്മുടെ എഫർട്ട് കൊണ്ടല്ല വളരുന്ന ഓർത്തോണം. നീ ഇടുന്ന വളം കൊണ്ടോ നീ പോയി ആകുന്ന മണ്ണ് കൊണ്ടോ സറൗണ്ടിങ്സ് കൊണ്ടോ അല്ല, നിന്റെ ഗ്രോത്ത് ദൈവ സാന്നിധ്യമാണ്. നിന്റെ ഗ്രോത്തിന്റെ ആധാരം ദൈവത്തിന്റെ പ്രസൻസ് ആണ് നിന്നെ നിർത്തുന്നത്. മനുഷ്യന്റെ സഹായമോ നിന്റെ എഫോർട്ടോ അല്ലെന്ന് ഇന്ന് പകൽ ഈ ആരാധനയിൽ ശക്തിയായിട്ട് നീ മനസ്സിലാക്കുക. Kind of like what Pastor said, it comes from the location we were planted in and the nourishment that God gives us. ആമേൻ. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവം ഒരു കാര്യം ഭംഗിയായേ ചെയ്യത്തുള്ളൂ. അവൻ നിന്നെ നടുന്ന ഒരു സ്ഥലം, നീ പോയി നട്ടതല്ല, ദൈവം നിന്നെ നടും. ദൈവം നിന്നെ നടുന്നത് എവിടെയാണെന്നറിയാമോ? വരണ്ട നിലത്ത് കൊണ്ട് നടത്തില്ല, ദൈവ സാന്നിധ്യത്തിന്റെ മധ്യത്തിലേ നടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലെ എത്രയോ സ്ഥലങ്ങളുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ടു നട്ടിരിക്കുന്ന ഒരു സ്ഥലം നിനക്ക് വളരാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള, നിന്നിൽ ദൈവഗ്രേസ് ഇറങ്ങാൻ അവസരമുള്ള, ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രാകാരങ്ങൾ നിന്നെ പ്ലാൻ ചെയ്യും. നിനക്ക് വേണ്ട സോയിൽ നീ അല്ല ഉണ്ടാക്കുന്നത്, ദൈവമാണ് നിനക്ക് തരുന്നത്. കാരണം ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഓർത്തോണ്ട് അവിടെ നിന്ന് അമേശ്വരം ചെയ്യുന്നു. കെവിനാണേലും വചനം പറയുമ്പോൾ അവർ തെരഞ്ഞെടുത്തൊരു വഴിയല്ല, ദൈവം കൊണ്ടുവന്ന് നിർത്തി ശുദ്ധര വാഹന കൽക്കട അതിനുള്ള സറൗണ്ടിങ്സ് കൊടുത്തിട്ട് വചനവുമായി. കാരണം ഈ കുഞ്ഞിന് ഒരു പ്രാപ്തിയുമില്ല, വേറെടുത്ത് പറഞ്ഞാൽ ഏറ്റവും ബാക്കിൽ എപ്പോഴും ഇരിക്കുന്ന ദൈവസഭയ്ക്ക് മുമ്പാകെ വന്ന് വചനവും നിന്ന് പറയത്തക്കവണ്ണം. അതിന് കാരണം ദൈവം കൊണ്ട് നട്ടതുകൊണ്ട് നിന്നെ കൊണ്ട് നടുന്നത് വളരുമാറാകാൻ കൃപ തരുന്ന ഇടങ്ങളിലെ എന്റെ ദൈവം നിന്നെ തടത്തുള്ളൂ. ദൈവം സന്നിധിയിൽ അവൻ നിന്നെ കൊണ്ട് നടുന്ന ദൈവം. When the incorruptible seed or God's truth is planted in a life rooted in worship, obedience, and relationship with Him, growth into Christ becomes inevitable. പ്രിയമുള്ളവരെ, ആ മായമില്ലാത്ത വിത്ത് ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് കൊണ്ട് നടുമ്പോൾ, ആ ദൈവസന്നിധിയുടെ സാഹചര്യങ്ങളുടെ മധ്യേ നടുമ്പോൾ അതിന്റെ വളർച്ച ശക്തിയുറ്റതാകും. അതിന്റെ വളർച്ച തഴയ്ക്കുന്നതാകും. കാരണം എന്താ?
അത് നട്ടിരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. അത് ക്രിസ്തുവിലേക്ക് വേരൂന്നി, അത് ആഴത്തിൽ വേരിറങ്ങി, അത് വളരാൻ തക്ക ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്താണ് ദൈവം നടുന്നത്. അങ്ങനെ ഞാനും നിങ്ങളും ദൈവത്തിൽ ക്രിസ്തുവിൽ വളരുവാൻ മുഖാന്തരമാകും. Going to verse 14. 14ാമത്തെ വാക്യത്തിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് കടന്നു പോകാം. They will still bear fruit in old age, healthy and green. നോക്കണം, അവിടെ പറയുക, വാർദ്ധക്യത്തിലും അവർ ഫലം കഴിച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചുകൊണ്ടിരിക്കും. The Psalm now shows the longevity of this growth. ഇവിടെ ഈ വചനം കാണിക്കുന്ന നിന്റെ വളർച്ചയുടെ ദൈർഘ്യം. ആമേൻ. പണ്ട് ഞാൻ നന്നായിട്ട് ആരാധിച്ചു, പണ്ട് ഞാൻ ബലമായിരുന്നു എന്ന് അനേകർ ജീവിക്കുന്നത് ഹിസ്റ്ററിയില്ല, പാസ്റ്റില്ല. നിന്റെ സ്പിരിച്വൽ ഗ്രോത്ത് പാസ്റ്റിലെ ജീവിതത്തിലാകലെ കറണ്ടിലാകണം. ആമേൻ. ഇന്ന് ഹൗ ആർ യു, ഇന്ന് നിന്റെ വളർച്ച എങ്ങനെയുണ്ട്? അവൻ പാസ്റ്റിലെ ജീവിതമല്ല വിഷയം. ഇവിടെ ലോഞ്ചിറ്റിവിറ്റി, നിന്റെ ആരാധനയ്ക്ക്, നിന്റെ വളർച്ചയ്ക്ക് ദൈർഘ്യമുണ്ട്. അത് ഇന്നലെ ഞങ്ങൾ ജീവിച്ചു, ഇന്ന് നീ എത്രകാലം ജീവിക്കുന്നു. നിനക്കൊന്ന് ദൈർഘ്യതയുള്ള അവൻ ഒരു ജീവിതം തരുമെന്ന് മാത്രമല്ല, ആ ഓരോ ജീവിതത്തിലും ദൈവത്തിൽ നീ സന്തോഷിക്കുന്നവനായിരിക്കും, നീ തഴയ്ക്കുന്നവനായിരിക്കും. ഒരിക്കൽ തഴച്ചിട്ട് പിന്നെ മുരടിച്ചു പോകുന്ന ഒരു വ്യക്തിയാകത്തില്ല. യുവർ സ്പിരിച്വൽ ഗ്രോത്ത് വിൽ ബി കണ്ടിന്യൂസ്. നീ അത് അടുപ്പിച്ചുള്ളതായിരിക്കും, അത് അവസാനം വരെയും അങ്ങനെ തന്നെയായിരിക്കും. Even as the body weakens, spiritual life remains active and productive. ആമേൻ. ആത്മീയ ജീവിതം അവൻ എപ്പോഴും ഓർത്തോണം, ദൈവസന്നിധിയിൽ വളരുമ്പോൾ, ദൈവം ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തരായി വളരുമ്പോൾ അത് ഫലമുള്ള വളർച്ചയായിരിക്കും. അവിടെ പറയുക, അതിന് ദൈർഘ്യമുണ്ടാകും. വാർദ്ധക്യം ഒന്നും അവിടെ വിഷയമല്ല, പ്രായം ഒന്നും വിഷയമല്ല. അവൻ നിങ്ങൾ നോക്കിയ വചനത്തിൽ നോക്കിയ കേലം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ബൈബിളിൽ കാണാം. അവൻ സ്വന്തം 20 years ഉള്ളപ്പോഴാണ് ഈജിപ്തിൽ നിന്ന് സ്പിരിച്വൽ ജേർണി തുടങ്ങിയത്. അവൻ സ്വന്തം ചെയ്യുന്നു. 20-ാം വയസ്സിൽ തുടങ്ങി അവൻ സ്വന്തം കേനനില് അവൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഏജ് ഏകദേശം 80ക്ക് മേളിലായി. അവൻ സ്വന്തം ചെയ്യുന്നു. 80-ന് മേളിലായപ്പോഴും കേലബ് പറയുക, എല്ലാവരും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. കേലബ് പറയുക, give me the toughest place. കാരണം ഇതിനു മുമ്പ് അവൻ സ്വന്തം കാദേശ് ബർണിയയിൽ വെച്ച് അവൻ സ്വന്തം ചെയ്യുന്നു. ആ കനാൻ നാട് ഉറ്റുനോക്കാൻ പോയപ്പോൾ അവർ വന്ന് പറഞ്ഞു പറയുക, no there are Anakites, they are giants, we cannot capture it. അവിടെ മുമ്പിൽ we are like just mosquitoes. അവൻ കൊതുകിനെ പോലെ എന്ന് നമ്മൾ പറയുന്നത്. അവൻ കേലബ് എന്ന് പറയാ, give me problems, give me struggles, I will conquer it. ഞാൻ അതിനെ കീഴടക്കും. അതുകൊണ്ട് അവൻ ഒരു കാര്യം ഓർത്തോളം, എന്നും പരാതി പറയുന്നവനാകത്തില്ല ഗ്രോത്ത് ഉള്ള ഒരു ബിലീവർ. അവൻ സ്ട്രഗിൾസിനെ ഒഴിഞ്ഞു പോകാൻ നോക്കുന്നവനല്ല. അവൻ പറയും, give me challenges, give me struggles, give me pain, but I will overcome it. Because എനിക്കറിയാം എന്റെ വളർച്ച ആരിൽ നിന്നാണ് വരുന്നത്, വേദി ഞാൻ ആരിലാ ഊന്നിരിക്കുന്ന അറിയാം. അവൻ അതുകൊണ്ട് ആ സംഗതി, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഏത് ഒബ്സ്റ്റക്കിൾസും ഏത് പ്രതികൂലങ്ങളും ചാടി കടക്കത്തക്കവണ്ണം തഴപ്പുള്ളവനാകും ദൈവത്തിന്റെ പ്രാകാരത്തിൽ വളരുന്നവൻ, ദൈവം നടുന്ന ഇടത്ത് വളരുന്നവൻ. ഇന്ന് പകൽക്കാലം ഓർത്തോണം പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര, നിന്റെ വളർച്ച എന്ന് പറയുന്നത് ദൈർഘ്യം മാത്രമല്ല, ഈ ദൈർഘ്യത്തിന്റെ എല്ലാ മധ്യത്തിൽ ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ നീ ശക്തിയുള്ളവനായി തീരുവാൻ ഇടയായി തീരും. True Christ-like growth is not limited to youth and into your circumstance. ഒരു കാര്യം, ദൈവസന്നിധിയിലെ വളർച്ച, ക്രിസ്തുവിലെ വളർച്ച ലോക വളർച്ച പോലെയല്ല. ഉദാഹരണത്തിന് അമിത്സ്വം ചെയ്യുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക, പരിശുദ്ധാത്മാവിന്റെ ദൂതായതുകൊണ്ട്. അമിത്സ്വം ഇവിടെ നമ്മുടെ അപ്പച്ചന് ഏറ്റവും പ്രായം കൂടി 80 വയസ്സുള്ള അപ്പച്ചനുണ്ട്. അവൻ ഈ ലോകത്തിലെ വളർച്ച എന്ന് പറയുമ്പോൾ പ്രൈമേജ് യൂത്ത് ആയിരിക്കുമ്പോൾ നെവനെ പോലെ ഒക്കെ ആകുമ്പോഴത്തെ ഗ്രോത്തിന് അല്ലെങ്കിൽ ആ ഗ്രോത്തിന്റെ ആ പാരമ്യത്തിന്റെ എനർജറ്റിക് മസില് എനർജി. പിന്നെ ഒരു 50-60 കഴിയുമ്പോൾ പാർത്തറൈറ്റിസം വരുന്നത്, പിന്നെ പണ്ടത്തെ പോലെയല്ല. അപ്പച്ചനൊക്കെ കഴിയുമ്പോൾ പിന്നെ തണുപ്പ്. ഇന്നലെ ഞങ്ങള് ഒരു വീട്ടിൽ പോയിരുന്നത് ദൈവമേ തണുപ്പുകൊണ്ട് പിന്നെ അസ്ഥി ഇടിച്ചിറങ്ങുന്ന തണുപ്പായിരുന്നു. വാർദ്ധക്യമാകുമ്പോൾ തളരുന്ന വളർച്ചയായി ഭൂമിയിലെ വളർച്ച, ദൈവത്തിലെ വളർച്ചയല്ല. ആ വളർച്ചയ്ക്ക് തളർച്ചയില്ല കേട്ടോ. ഏത് പ്രശ്നം വന്നാലും ക്രിസ്തുവിൽ വേരൂന്നിയതായതുകൊണ്ട്, വചനത്തിൽ വേരൂന്നിയതായതുകൊണ്ട്, ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് പെരുങ്കാറ്റ് വന്നാലും, ഇവിടെ പറയാ വാർദ്ധക്യത്തിലും ഇന്ന് നരയുള്ള കാലത്ത്, ബലഹീനതയുള്ള കാലത്ത് തഴച്ചു വളരും, ഫലം
കായ്ക്കും. അതാ ക്രിസ്തുവിലെ വളർച്ചയുടെ പ്രത്യേകത. ലോക വളർച്ച അവൻ അതിനൊരു ലിമിറ്റ് കഴിയുമ്പോൾ അത് ഡിഗ്രേഡഡ് ആകുമ്പോൾ അവൻ സ്വന്തം ഇല്ലെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കാർബൺ ഡേറ്റിംഗ് പോലെ അതിന്റെ ശക്തി ക്ഷയിച്ചു വരുമ്പോൾ അവൻ കാർബൺ ഡേറ്റിംഗ് വെച്ചാണല്ലോ ഓരോന്നിന്റെ ഏജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ അവൻ കാരണം അതിന്റെ ആ റേഡിയോ ആക്ടിവിറ്റിയുടെ കുറവനുസരിച്ച് നമുക്കതിനെ അതിന്റെ ആ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലെ വളർച്ച പ്രായം കൂടുമ്പോ കുറയുന്നതല്ല കേട്ടോ, അത് വാർദ്ധക്യത്തിലും തഴച്ചിരിക്കും, പുഷ്ടി വെച്ചും. ഇതുപോലെ അപ്പച്ചന്മാരും അമ്മച്ചമാരും കേൾക്കുന്നത് ക്രിസ്തുവിലെ വളർച്ച എന്ന് പറയുന്ന അയ്യോ വയ്യാഹേ പരിപാടിയല്ല. പ്രായമാകുമ്പോഴും തഴച്ചു നിൽക്കുന്ന, ക്യാൻസർ അല്ല, മരണം മുമ്പിൽ വന്നാല് ഫലം കായ്ക്കുന്ന ഒരു പ്രത്യേക വളർച്ചയാണ് സ്പിരിച്വൽ ക്രിസ്തീയ ആത്മീക വളർച്ച എന്ന് പറയുന്നത്. ലോക വളർച്ചയെ നീ കമ്പയർ ചെയ്യല്ലേ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും, അവർ പുഷ്ടി. മനുഷ്യന്റെ ബുദ്ധിയിൽ അത് കഴിയുമ്പോഴത്തേക്കില്ല, ഇറ്റ്സ് ഡിക്ലൈനിങ് നമ്മൾ പറയും. എന്നാൽ ഇവിടെ അങ്ങനെ ഡിക്ലൈനിങ് അല്ല. ആ വാർദ്ധക്യത്തിൽ ലോകം ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കുന്ന, അവിടെ തഴയ്ക്കുന്ന ഒരു വളർച്ച. ഇന്ന് പകൽക്കാലം that is what Christian growth is. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ബൈബിള് കാണുന്ന ഒത്തിരി ഉണ്ട് അവസരങ്ങൾ കാണാൻ പറ്റും. ഒരു ഇസഹാക്കിന്റെ വളർച്ച വാർദ്ധക്യമായപ്പോൾ പുള്ളി കണ്ണ് കാണാതായി, പുള്ളി വേൾഡിലേക്ക് പോയി ഈസോയെ ലവ് ചെയ്യാൻ തുടങ്ങി, വേൾഡിനെ ലവ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ജേക്കബിനെ നിങ്ങൾ നോക്കണം. അപ്പന്റെ കണ്ട് വളർന്ന ജേക്കബ് അവൻ പ്രായമായപ്പോൾ ഈജിപ്തിൽ പോകുമ്പോൾ അവന്റെ കണ്ണ് കാണത്തില്ല, പക്ഷേ ഇന്നർ ഐസ് വാസ് ഓപ്പൺ. എന്നിട്ട് 12 മക്കളെ വിളിച്ചിട്ട് അവരോട് പ്രൊഫസൈ ചെയ്യുക. അവസാനം ജോസഫ് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ അവൻ ഈ 2 കൈയും കണ്ണ് കാണാൻ വയ്യ, പക്ഷേ അവൻ കറക്റ്റ് ഓർഡറിലാണ് ജോസഫ് കൊണ്ട് നിർത്തിയത്. അവൻ അപ്പന്റെ വലക്കൈ കീഴിൽ മൂത്ത മോനെയും ഇടകൈ കീഴിൽ ഇളയ മോനെ. പക്ഷെ പുള്ളി കൈ പിഴച്ചു. അപ്പൊ അങ്ങനല്ല, മൂത്തവൻ മോനെ എനിക്കറിയാം, ആയിനോ അകത്തെ കണ്ണ് കാണത്തില്ലേലും സ്പിരിച്വലി സ്ട്രോങ് ആയിരിക്കുന്ന അവൻ ഒരു കാലത്ത് അവൻ പറഞ്ഞു, എന്റെ നര ദുഃഖത്തോടുകൂടി പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുമെന്ന് കരഞ്ഞ ആ യാക്കോബ്. അവസാനം കാരണം എന്താണെന്ന് ഓർത്തോണം, അവന് ലഭിച്ച അനുഗ്രഹം. അവന്റെ യൗവന പ്രായത്തില് ഈസ വേൾഡിനെ സ്നേഹിച്ചു പോയി, കൂട്ടുകാരെ സ്നേഹിച്ചു പോയി, വേൾഡ് ട്രെൻഡിൽ ജീവിച്ചു. എന്നാൽ ജേക്കബ് അമ്മയോട് ചേർന്ന് നിന്നിട്ട് അവൻ സ്വന്തം പൗരോഹിത്യം, ഫാമിലിയിലെ ബ്ലെസ്സിങ്, ശുശ്രൂഷ, കാരണം അവൻ പോകുന്നിടത്തല്ല അനോയിന്റിംഗ് ഓയിലുണ്ട്, ദൈവ വഴി കൊതിച്ചു. ആ തെരഞ്ഞെടുപ്പ് ബ്ലെസ്സിങ്. ജേക്കബ് പറഞ്ഞു പായസത്തിന് വേണ്ടി he didn't care about godly things. അവർ നീ എടുത്തോ, യു ടേക്ക് ദ ബർത്ത് റൈറ്റ്. ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് തരുന്ന ഒരു കാര്യം, നിന്റെ വിളി, നിന്റെ ശുശ്രൂഷ, ഗാഡ് ഇസ് ഗിവിംഗ് യു. അത് നീ ലോകത്തിലെ കൂട്ടുകാർക്ക് വേണ്ടിയും അവരോടുകൂടിയുള്ള ഫണ്ടിന് വേണ്ടി ട്രേഡിങ് ചെയ്യല്ലേ, നിന്റെ ബ്ലെസ്സിങ് നഷ്ടപ്പെടും. ഈസോ അത് ട്രേഡിങ് ചെയ്തു. അവസാനം കരഞ്ഞ് അപേക്ഷിച്ചു, ബ്ലെസ്സിങ്ങിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. എന്നാൽ ജേക്കബ് അതിനെ വലുതായി കണ്ടു. ഈ ലോകത്തിലെ പൈസകളെക്കാളും, ഈ ലോകത്തിലെ പാട്ടിനേക്കാളും, ഈ ലോകത്തിലെ അവൻ എല്ലാ പോട്ടണത്തിനേക്കാളും, എല്ലാ ടേസ്റ്റ് ഉള്ളതിനേക്കാളും അവൻ ദൈവത്തിന്റെ ശുശ്രൂഷ, പൗരോഹിത്യം, പ്രീസ്റ്റ്ഹുഡ്. നമ്മൾ ഓർത്തോളം യു ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതുകൊണ്ട് രാജകീയ പുരോഹിതവർഗമാ. യു ഷാൽ ബി മിനിസ്റ്ററിംഗ് അണ്ടർ ലോർഡ്. ദൈവത്തിന് ശുശ്രൂഷിക്കേണ്ടവരാ. അത് ജേക്കബ് കൊതിച്ചുകൊണ്ട് എന്ത് പറ്റി എന്ന് നോക്കണം. അവന്റെ അവസാനം നോക്ക്. ഇസഹാക്കിനെ വഞ്ചിച്ച് അനുഗ്രഹം തട്ടിക്കൊണ്ടു പോകുമ്പോൾ യാക്കോബിന്റെ കണ്ണ് പുറമെ പൊട്ടിയതാണ്. നിങ്ങൾ പ്രായമാണ്, അകത്താരാന്നറിയാമോ? അവൻ സിംഹമായിരുന്നു, അവൻ കഴപ്പുള്ളവനായിരുന്നു. തലമുറകളെ കുറിച്ചുള്ള ബ്ലെസ്സിംഗ് ഒക്കെ വിളിച്ചു പറയും. യൂഡയെ കുറിച്ച് പറയുമ്പോൾ സ്കെപ്ചർ വരാൻ പോകുന്ന മെസ്സിഹായെ പോലും പ്രവചിച്ചവനാണ്. ആരെന്നറിയാമോ? യാക്കോബ്. 130 വയസ്സുള്ള മരണപ്രായം, മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാന്നോർത്തോണം. ഇതാണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയെ കൊതിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ കൊതിച്ചാൽ, നിന്റെ അന്ത്യവും അങ്ങനെ തന്നെയാകാൻ നിന്റെ ദൈവം സംഗതിയാക്കും. Christly growth comes as long as the root remains connected to God. ഒരു കാര്യം കൂടി, ക്രിസ്തു ആകുന്ന തലയോളമുള്ള വളർച്ച അത് ഏതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിന്റെ വേര് ക്രിസ്തുവിൽ ഊന്നിയിരിക്കുന്നത്, മായമില്ലാത്ത വചനത്തില് നീ വേരൂന്നിയിരിക്കുന്നതനുസരിച്ചിരിക്കും. എന്നത് ഡിസ്കണക്റ്റഡ് ആയി പോകുന്നു, അന്ന് നിന്റെ സ്പിരിച്വൽ ഗ്രോത്ത് അട്ടുപോകും. അറ്റരികത്ത് അറ്റരിക്കുന്ന ആറുമായിട്ട് ക്രിസ്തുവിൽ വേരൂന്നി വളരുമ്പോൾ ആ വചനം മായമില്ലാത്ത അൺകറപ്റ്റബിൾ സീഡിനുള്ളിൽ ആ നീ വലിച്ചെടുക്കുന്ന പോഷകങ്ങളെങ്കിൽ അവൻ സ്വന്തം ചെയ്യും. ഈ ലോകത്തിൽ ഒത്തിരി ഉപദേശങ്ങളുണ്ട്.
നിന്റെ ഇഷ്ടത്തിനും നിന്റെ മനസ്സിന്റെ സുഖത്തിനും അനുസരിച്ച് നിന്നെ സ്മൂത്തായി സൂത്ത് ചെയ്യുന്ന ഒത്തിരി വേർഡ്. അതുപോലെ ഈ സത്യവചനം നിന്നെ മുറിക്കും, നിന്നെ മുറിവ് കിട്ടും. പാറയെ നിന്നെ കല്ല് പോലെ ഉള്ളത്തെ അടിച്ചുടയ്ക്കും, നിനക്ക് മുറിവ് തോന്നും, വേദന, പക്ഷെ അത് അവൻ അതിനെ ഹീൽ ചെയ്യും. അവൻ സ്വന്തം ആ വചനത്തിലാ നിന്റെ വേരെങ്കിൽ ആ വചനം നിന്റെ തെറ്റിനെ കാണിക്കും. അതേത് പാസ്റ്റാണെങ്കിലും കാണിക്കും. എന്നാല് അവൻ സോപ്പ് സൂപ്പ് സാൽവേഷൻ പരിപാടിയല്ലത്. ഇതിന്റെ പകൽക്കാലം സ്പിരിച്വൽ ഗ്രോത്തിന് പ്രൂണിങ് വേണം. തെറ്റ് മുഖത്ത് നോക്കി പറയണം. അവൻ നിന്റെ കുറവ് മുറിച്ചു കാണിക്കണം. എന്നാൽ അത് നിന്നെ കവറുകൂടെ ചെയ്യണം. അവൻ സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് ഓർത്തോണം, അവൻ ആത്മീക വളർച്ച തടസ്സമുള്ളതാകണമെങ്കിൽ ആ ക്രിസ്തുവാകുന്ന മായമില്ലാത്ത വചനത്തിൽ വേരൂന്നിയ ഒരു വ്യക്തിയാകണം. എന്നാ വേര് മുറിഞ്ഞു മാറുന്നോ നിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ ഗ്രോത്ത് അട്ടുപോകും. ഉടമനകസിയ നീ പേരിനൊരു വിശ്വാസിയായിരിക്കും, പക്ഷെ നിന്നിൽ യാതൊരു വളർച്ചയും കാണത്തില്ല. നീ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അവൻ നീ വളരില്ല, നീ ഫലം കായ്ക്കില്ല, പുഷ്ടി വെക്കത്തില്ല, പച്ച പിടിച്ചിരിക്കത്തില്ല എന്നും ഒരു ഡ്രൈ ലൈഫ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ നിന്നെ ദൈവത്തിൽ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് എന്താണെന്നറിയാമോ? അവൻ എന്നും ഒരു ബേബായിരിക്കാനല്ല, കുറച്ചു വളർന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടല്ല, എന്ത് പൊതിയും തഴച്ചു വളരാൻ. അവൻ ആ പോളനെ പോലെ അവൻ സ്വന്തം ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ചോപ്പ് ഓഫ് ചെയ്യാൻ പോവാ തല. അവൻ സ്വന്തം ചെയ്യുന്നു. തല വെട്ടി മാറ്റാൻ പോവാ. ലാസ്റ്റ് മോനിലെ പെട്ടെന്ന് എഴുതുക തിമത്തിക്ക് സെക്കൻഡ് അവൻ എപ്പസ്റ്റിൽ എഴുതുക, മോനെ തിമത്തി, എന്റെ ഡെത്ത് അടുത്തു. I'm going to be poured out like a drink offering. ഞാൻ നല്ല പൊരുതു. ഓട്ടം തികച്ചു. ഇടയ്ക്ക് തെച്ചു പോയില്ല, ഇടയ്ക്ക് ഞാൻ സ്ലോ ഡൗൺ ചെയ്തില്ല. വേദനകൾ വന്നപ്പോൾ തെറ്റാനുഭവങ്ങൾ കൂടെ വന്ന് നിന്നവർ കുതികാല് ചവിട്ടിയപ്പോൾ, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയപ്പോൾ, ആസ്യക്കാരെല്ലാവരും എനിക്കെതിരെ നിന്നപ്പോൾ, ആരും ഒന്നാം പ്രതിവാദത്തിന്റെ കൂടെ നിൽക്കാതിരുന്നപ്പോൾ ഞാൻ നിർത്തിയില്ല. ഇതെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് പഴയ യഹൂദ മതാനുസാരിയായി ഞാൻ മടങ്ങിപ്പോയില്ല. അവൻ യേശുവിനെ കണ്ടു. യേശുവിന് വേണ്ടി എന്റെ ജീവൻ കൊടുത്തു. എനിക്കുള്ളതെല്ലാം, എന്റെ പണം, എന്റെ ധനം, അവൻ എന്റെ അപ്പന്റെ സ്വത്ത്, ഇതെല്ലാം വലിച്ചൊറിഞ്ഞു. ഇന്നെനിക്ക് ഒത്തിരി യേശുവിനെ അറിഞ്ഞുകൊണ്ട് നേടിയെന്ന് ഒത്തിരി പേര് സാക്ഷ്യം പറയുന്ന പോലെ എനിക്കില്ല. പഴയ പുതപ്പ് പോലും അവൻ ഞാൻ വരുത്തുക ചെയ്തത്. പുതയ്ക്കാൻ പുതപ്പില്ല. ധനികനായ അപ്പന്റെ മോനാണ്, പക്ഷെ എന്നാലും ഉണ്ടല്ലോ, യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ റിച്ച് മാനേക്കാൾ ഞാൻ ധനികനാ. അതൊന്നും പറയുന്നത് നല്ലവർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം നീതിയുടെ കിരീടം എനിക്കായിട്ട്. ഈ ലോകത്തിലൊരു മനുഷ്യൻ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവൻ പോളിനെ ജഡ്ജ് ചെയ്ത വാട്ട് എ ഫെയിലിയർ എന്ന് പറയും. നോ, ഇന്ന് പകൽക്കാലം സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ മെറ്റീരിയൽ ബ്ലെസ്സിംഗ്. അത് ക്രിസ്തുവിൽ, കുഞ്ഞു പറഞ്ഞ പോലെ, നീ യേശുവിൽ വേറുന്നിടത്തോളം നിന്റെ തഴപ്പ് സ്ട്രോങ് ആ. യേശുവിനെ വിട്ടുമാറി എത്ര ധനം ഉണ്ടാക്കിയാലും നിന്റെ വളർച്ച സീറോ. ഇന്ന് പകൽക്കാലം എപ്പോഴേ നീ തരച്ചു വളരുന്ന ആസ് ഫാർ ആസ് യുവർ റൂട്ടഡ്, നീ ക്രിസ്തുവിൽ വേരൂന്ന് നിൽക്കുന്ന സമയം വരെ. അവസാന വാക്യത്തിലേക്ക് നമുക്ക് പോകാൻ പ്രിയമുള്ളവരെ. Declare the Lord is just. He is my rock, and there is no unrighteousness in him. To show, അതെ, യഹോവ നേരുള്ളവൻ, അവൻ എന്റെ, അവൻ നീതികേടില്ല എന്ന്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കണ്ണു തുറന്ന ആ വാക്യം വായിച്ചപ്പോൾ ആ വാക്യം. The final verse reveals the purpose of growth. എന്തിനു വേണ്ടിയാണ് നിന്റെ വളർച്ച എന്ന് അവസാന വാക്യം നമ്മെ ചൂണ്ടിക്കാണിക്കും. The life shaped by incorruptible seed becomes a testimony. ആ മായമില്ലാത്ത വിത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറും. അതായത് മായമില്ലാത്ത സത്യവചനം, കലർപ്പില്ലാത്ത അൺകറപ്റ്റബിൾ സീഡിൽ നിന്ന് വളരുന്ന ഒരു ക്രിസ്തീയ ജീവിതം. ഒത്തിരി പേര് രക്ഷിക്കപ്പെടാറുണ്ട്, ഒത്തിരി പേര് സ്നാനപ്പെടാറുണ്ട്. അത് പല വചനങ്ങൾ കേട്ടാൽ അത് സത്യം പൂർണ്ണമായി അറിയാതെ ഒത്തിരി പേര് സ്നാനപ്പെടാറുണ്ട്. പക്ഷെ യഥാർത്ഥമായ ട്രൂ വേർഡ് ഓഫ് ഗോഡ് അറിഞ്ഞ സത്യവചനത്തിൽ നിന്ന് കിളിർത്തു വരുന്നത് അത് മായമില്ലാത്ത ഒരു ജീവിതമായിരിക്കും. അതൊരു സാക്ഷ്യമായിട്ട് മാറും. എന്താ അനേകരുടെ ജീവിതം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ടും അവരെല്ലാം ദൈവനാമത്തെ ദുഷിക്കുമ്പോൾ, അവരുടെ പ്രവർത്തികൾ, അവരുടെ ആക്ഷൻസ് ക്രൈസ്റ്റിനെ പുട്ട് ഡൗൺ ചെയ്യുമ്പോൾ, മായമില്ലാത്ത ഇൻകറപ്റ്റബിൾ സീഡിൽ നിന്ന് വളരുന്ന ഒരു ജീവിതം എപ്പോഴും ഒരു ടെസ്റ്റ് മണിയായിട്ട് മാറും. അത് വിളിച്ചു പറയും,
ദൈവം നേരുള്ളവനാണ്. അവൻ സ്വന്തം അവൻ എന്റെ പാറയാണ്. എന്റെ ദൈവത്തിൽ എന്തോ ഇല്ല. നീ മറ്റുള്ളവരൊരു കർത്താവ് എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് റൂട്ടിൽ വളരാത്തവരെന്ത് ചെയ്യും? എല്ലാ കഷ്ടങ്ങൾക്കും ദൈവത്തെ പഴിചാരും. ശ്രദ്ധിച്ചോണം, ഇത് മർമ്മമാ കുഞ്ഞുങ്ങൾ വന്നെങ്കിലും അവൻ എല്ലാ കഷ്ടങ്ങളും എനിക്ക് മാത്രം എന്താ, അവർക്കൊന്നും പ്രശ്നമില്ല. എന്നാല് വചനത്തിൽ സത്യമായമില്ലാത്ത ആ വിത്തിൽ, ആ സീഡിൽ റൂട്ടുള്ളവനാണെങ്കിൽ ഈ കഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് പറയും? അവൻ പ്രാണപ്രിയനെ നോക്കും. എന്റെ പ്രാണപ്രിയൻ കഷ്ടങ്ങൾ കൂടെ പോയി, മൈ ഗാഡ് വാട്ട് എ പ്രിവിലേജ് യു ഗേവ് മീ ദാറ്റ് ഐ ക്യാൻ വാക്ക് ബിഹൈൻഡ് ഹിസ് ഫുട്സ്റ്റെപ്സ്. അവന്റെ കഷ്ടങ്ങളോടൊപ്പം എന്റെ കഷ്ടങ്ങൾ വരുന്നില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. ബൈബിൾ പറയാം, അവൻ രോഗം ശീലിച്ചവനായി, രോഗം എനിക്ക് ഒരു അവൻ എന്റെ മാസ്റ്റർ പോയ പാതയിൽ അവൻ പാപം ചെയ്തിട്ടല്ല ആ രോഗം ശീലിച്ചത്, എനിക്ക് വേണ്ടി അനുഭവിച്ചതാണ്. അപ്പോൾ അവൻ വളരും, അവൻ തഴയ്ക്കും, അവൻ തളരുകയല്ല. അവൻ കർത്താവിനെ നോക്കി അവന്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറും. അവന്റെ ക്യാൻസർ അവന് പരാജയമല്ല, അവന്റെ കുടുംബ തകർച്ച അവന് പരാജയമല്ല, അവന്റെ ലോൺലിനെസ് അവന് പരാജയമല്ല. എല്ലാ ലോൺലിനെസ്സും, എല്ലാ തകർച്ചകളും, എല്ലാ നിന്ദകളും, എല്ലാ അപമാനങ്ങളും ക്രിസ്തുവിൽ ആ വചനത്തിൽ വേരൂന്നി വളരുന്നവന് ഒരു സാക്ഷ്യമായിരിക്കും. അല്ലാത്തവന് അതെപ്പോഴും കരച്ചിലും പല്ലുകടിയും കണ്ണുനീരുമായിരിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധ നിന്റെ സ്പിരിച്വൽ ഗ്രോത്ത് എങ്ങനെയുണ്ട്? ഇന്ന് പകൽക്കാലം ആർ യു ലിവിംഗ് ഇൻ വൈനിങ്, പരാതിയും കായ്പും അയ്യോയ്യായെ ആ ജീവിതമാണോ നീ? അതോ സത്യവചനത്തിൽ വേരൂന്നി ക്രൈസ്റ്റിനെ കണ്ട് അവൻ ക്രൈസ്റ്റിനെ നോക്കി അതിജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണോ? പരിശുദ്ധാത്മാവ് അവൻ ഇന്ന് പകൽ ശക്തിയോ ചോദിക്കുക. ഇവാലുവേറ്റ് യുവർ ലൈഫ്. നിങ്ങളെല്ലാം ഫൈനൽ ഇവാലുവേഷൻ ഉണ്ടല്ലോ ജോലിയിൽ. ഒരു വർഷം തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ അവൻ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യും. ഹൗ സ്ട്രോങ് ഇസ് യുവർ ക്രിസ്ത്യൻ ഗ്രോത്ത്? ഹൗ സോളിഡ് ഇസ് യുവർ ക്രിസ്ത്യൻ ഗ്രോത്ത്? ഇന്ന് പകൽക്കാലം ആർ യു ലിവിംഗ് in the circumstances, or are you overcoming circumstances by having a deep root? നിനക്ക് ഒരു ആഴമുള്ള വേര് ആ വചനത്തിൽ വെച്ചുകൊണ്ട് നീ അതിജീവിച്ച് ജീവിക്കുന്നവനാണോ എന്ന് തന്നെ താങ്കൾ പരിശോധിക്കുക. The fruit produced by this uncorruptible seed declares God's faithfulness and unchanging nature. പ്രിയമുള്ളവരെ, ഈ മായമില്ലാത്ത വിത്തിൽ നിന്ന് അതിൽ വേരൂന്നി വളരുന്ന അവൻ ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവത്തിന്റെ നന്മ ഉയർത്തി കാണിക്കാൻ കഴിയും. അവൻ നീതിമാനാണ് എന്ന് പറയാൻ കഴിയും. അവനിൽ നേരുകേടില്ല എന്ന് പറയാൻ കഴിയും. അത് ഒരു കാര്യം ഓർത്തോണം. വഴിയില് ഞാനിപ്പോ വരുമ്പോ ആൻഡിയുടെ ഫാദർ ലോയെ കുറിച്ച് ഓർക്കുമ്പോ ട്രാൻസ്പോർട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ് തന്റെ മണ്ടക്കൂടെ കയറി താൻ സ്മാഷ്ഡ് ആയി റോഡിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ മനുഷ്യൻ പിടഞ്ഞു മരിക്കുമ്പോൾ സ്നേഹയുടെ പിതാവിന്റെ കാര്യം പറയണേ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ എത്ര നൊട്ടോറിയസ് ഈ ഭൂമിയിൽ കിട്ടിയാലും ഇവിടെ തിങ്കപാട് 12 ശിഷ്യന്മാരിൽ 11 പേരെയും ദൈവം മാറ്റിയിട്ട് കൊല്ലപ്പെടുകയായി. നമുക്ക് നൈജീരിയയിലൊക്കെ നാളെ നമ്മയും കൊല്ലാം. That is what Christ has called you for. ദൈവം വിളിച്ചത്. അപ്പോഴും വളർച്ചയ്ക്ക് തളർച്ചയില്ല, ക്രിസ്ത്യൻ ഗ്രോത്തിന് തളർച്ചയില്ല. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഗ്രോ ചെയ്തത്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പാതയിലാണ് ഗ്രോ ചെയ്തത്. ഇന്ന് വളരുന്ന അനേക ക്രിസ്ത്യാനിറ്റിയും ഇന്ന് വളർന്ന അനേക ക്രിസ്ത്യൻ ഗ്രോത്തും റോങ് സീഡിൽ നിന്നുള്ള ഗ്രോത്താണ്. അത് പിശാചിന്റെ ഗ്രോത്താ. ശ്രദ്ധിച്ചോണം, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് യേശുവിനെ കൊണ്ടുപോയിട്ട് ഒരു മലയുടെ മണ്ടയ്ക്ക് നിർത്തി എല്ലാ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ നന്മയും ലോകത്തിന്റെ മാന്യതയും വലിയ കാര്യം മേ നോട്ട് ബി. പക്ഷെ നീ കടന്നു പോകുന്ന ക്രൂശിന്റെ പാതയായിരിക്കാം ദൈവം നിന്നോട് സ്നേഹത്തിൽ നിനക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ബ്ലെസ്സിംഗ് ആയിരിക്കാം ഈ ലോകത്ത് ആർക്ക് കിട്ടാത്ത ബ്ലെസ്സിംഗ്. അത് കാണണമെങ്കിൽ വചനത്തിൽ വേരൂന്നിയാലേ നിന്റെ കണ്ണ് തുറക്കൂ. സത്യോപദേശം കേട്ടാലേ നിന്റെ കണ്ണ് തുറക്കൂ. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്ന ശേഷ മനുഷ്യരെ പോലല്ല. നമ്മുടെ പ്രത്യാശ സ്വർഗത്തില്ല. വി ആർ സിറ്റിസൻസ് ഓഫ് ഹെവൻ. ഈ വേൾഡിലെ 70-80 years, only 80 years, it pass away. Eternity, there is no end. ഈ 70-80 yearsന് വേണ്ടിയാണ് നാം ഇറ്റേണിറ്റിയെ പുറംകാലം കൊണ്ട് തുഴച്ചു കളയുന്നത്. ഇങ്ങനെ പകൽക്കാലം അങ്ങനെ ആകല്ലേ. കർത്താവെ, നിന്നിൽ ഡീപ് റൂട്ടഡ് ആയി വളരാൻ, എന്നിട്ട് അവൻ സ്വന്തം ചെയ്ത് നിന്നിൽ മാത്രം ഫലം കഴിക്കാൻ.
അവൻ നിന്നിൽ ട്രൂത്ത് അറിയാൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന അല്ലായിരിക്കും ദൈവത്തിന്റെ വഴി. ചിലപ്പോൾ പിശാച് നിനക്ക് കൊണ്ടുവരുന്ന വഴിയായിരിക്കാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്തായിട്ട്. ഒത്തിരി സ്മൂത്തായിട്ട് പോകുമ്പോൾ പേടിച്ചു, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. എന്നാല് സ്ട്രഗിൾസിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഓർത്തോ, പിശാചിന് നിന്നോട് എപ്പോഴും എന്തുണ്ട്, ഫൈറ്റ് ഉണ്ട്. കാരണം അവൻ അറിയാം യു ആർ ദിസ്. ദൈവത്തിനെ അറിയാവുന്ന നിന്നെ എങ്ങനെയും വീഴിക്കാൻ, നിന്നെ എങ്ങനെയും വേദനിപ്പിക്കാൻ, നിന്റെ ഹൃദയത്തെ എങ്ങനെയും തകർക്കാൻ. എവറി ആക്ഷൻസ് ഹി വിൽ ടേക്ക്. അപ്പോൾ പോര് വരുമ്പോൾ യു ഹാവ് ടു നോ താങ്ക് യു ലോർഡ്. അവൻ ഫലമുള്ള ഒരു വൃക്ഷത്തിനാണ് ഏറ് വരുന്നത്. So that means you are very thankful ആയിട്ട്, അവൻ റൂട്ടഡ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട് കഷ്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി ഫ്രൂട്ട്ഫുൾ ആകണം. നോക്കണം, അതുകൊണ്ട് അവൻ ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു വളർച്ച ഒരു സാക്ഷ്യമായി മാറാനിടയായിത്തീരും. Growth into Christ ultimately leads to glorifying God, showing others that He is a firm foundation and completely trustworthy. അതുകൊണ്ട് യഥാർത്ഥമായ ക്രിസ്തീയ വളർച്ച ദൈവത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ടതായിരിക്കും. മാത്രമല്ല ദൈവത്തെ ഉയർത്തുന്നതായിരിക്കും. എല്ലാറ്റിനും ആധിപത്യം അല്ലെങ്കിൽ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നതായിരിക്കും. അവൻ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പറയുക, അവൻ നേരുള്ളവൻ, ദൈവം നേരുള്ളവൻ, ഞാൻ അശുദ്ധനെ വരത്തുള്ളൂ, ദൈവം നേരുള്ളവൻ, അവൻ എന്റെ ഫൗണ്ടേഷൻ, അവൻ എന്റെ പാറ. ഓർത്തോണം, സത്യം പറഞ്ഞാൽ ഈ മാസത്തെ ദൂതെന്ന് പറയുന്നത് ബി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്, അൺകറപ്റ്റബിൾ സീഡ്. അതാരാ? ക്രിസ്തു. ബൈബിൾ പറയുന്നു ആ പാറ, ആ അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുളിച്ചത്. ആ പാറ ആരാ? ക്രിസ്തു. ഓ അതിന്റെ കണക്ഷൻ നോക്കിയേ. ദാറ്റ് മീൻസ് നീ വളരേണ്ടത് ഈ മായമില്ലാത്ത പാറമേൽ നിന്ന്. നിന്റെ റൂട്ട് എവിടെയായിരിക്കണം? ഈ പാറമേല. ആ പാറയായിരിക്കണം നിന്റെ ഫൗണ്ടേഷൻ. അങ്ങനെ വരുമ്പോൾ നിന്റെ ജീവിതം ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കും. നിന്റെ വേദനകൾ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കും. നിന്റെ ഗ്രോത്തെ ബേസ്ഡ് ഓൺ ഇൻകറപ്റ്റബിൾ സീഡാകുന്ന ആ പാറയാകുന്ന ക്രിസ്തുവിലായിരിക്കണം. May God bless you with His word. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് അനുഗ്രഹിക്കുമാറ്. കരമടിച്ച് കർത്താവ് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ.